റേഷൻ കാർഡിലെ പിഴവ് തിരുത്താനുള്ള സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടി. അവധി ദിവസങ്ങളിലും അപേക്ഷകൾ സ്വീകരിക്കും. സുനിൽ അരിമാനൂർ, തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, വിശദവിവരങ്ങൾ. അരുൺ, റേഷൻ കടകളിൽ കഴിഞ്ഞ ദിവസം മുൻഗണനാ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. റേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആക്ഷേപങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാസം 30 വരെയാണ് സമയപരിധി അനുവദിച്ചിരുന്നത്. ഈ സമയപരിധി അടുത്ത മാസം 5 വരേക്കാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം പല സ്ഥലങ്ങളിലും പരാതികളും ആക്ഷേപങ്ങളും കേൾക്കാൻ ഉദ്യോഗസ്ഥരടക്കമുള്ളവരിലെ അസാന്നിധ്യവും അതുപോലെ തിരക്കും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പല മെമ്പർമാരും നിയമസഭയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും നിയമസഭയിലാണ് മന്ത്രി തിലോത്തമൻ വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. അതുപോലെ തന്നെ നേരത്തെ താലൂക്ക് അതുപോലെ തന്നെ സപ്ലൈ ഓഫീസുകളിലാണ് ഇത്തരത്തിലുള്ള പരാതിക്കും അതുപോലെ തന്നെ ആക്ഷേപം കേൾക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിരുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു തിരക്കും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയിടങ്ങളിൽ ഒക്കെ ഇത്തരത്തിൽ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നവംബർ 5 വരേക്ക് തീയതി നീട്ടാൻ തീരുമാനിച്ചതെന്നും മന്ത്രി തിലോത്തമൻ ഭക്ഷ്യ സപ്ലൈസ് വകുപ്പ് മന്ത്രി തിലോത്തമൻ നിയമസഭയിൽ അറിയിച്ചു. സുനിൽ അരിമാനൂർ, തിരുവനന്തപുരത്ത് നിന്ന്. കേരളീയരുടെ റേഷൻ അരി ഇല്ലാതാക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ LDF നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനം. ഒക്ടോബർ 31 ധർണയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കാൻ കേരളത്തിന് സാവകാശം അനുവദിക്കണം എന്നും LDF ആവശ്യപ്പെട്ടു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ വിധി LDF നിലപാടുകളെ സാധൂകരിക്കുന്നതാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. തന്റെ ഭാഗം കേട്ടില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ വാദം സ്ഥാനത്തിന് നിരക്കാത്തതാണ് എന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. ജേക്കബ് തോമസ് അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഉദ്യോഗസ്ഥനാണ് എന്നും കോടിയേരി പറഞ്ഞു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ വാദം കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് നിരക്കുന്നൊരു പ്രസ്താവനയല്ല. ഉമ്മൻചാണ്ടി ഏൽപ്പിച്ച അഭിഭാഷകൻ ഉമ്മൻചാണ്ടിക്ക് അതിൽ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അഭിഭാഷകൻ മുഖേന എഴുതി നൽകേണ്ടതായിരുന്നു. അതുപോലും നൽകാൻ തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഇത്തരമൊരു വിധി പ്രസ്താവിച്ചത് എന്ന് ജഡ്ജി തന്നെ ഇത് സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുകയാണ്. ധനകാര്യ പരിശോധനാ വിങ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ മറ്റ് പരിശോധനകളൊക്കെ പൂർത്തീകരിക്കാതെ അതിനെ സംബന്ധിച്ചൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല. ഫലത്തിൽ അദ്ദേഹം ഇതിനകം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നൊരു ഉദ്യോഗസ്ഥനാണ്. സോളാർ വിധിക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ആദ്യ വിമർശനം. പൊതുരംഗം സംശുദ്ധമാക്കണമെന്നും ക്രിയാത്മകമായ എല്ലാ ചർച്ചകൾക്കും സ്വാഗതം ചെയ്യുന്നുവെന്നും VT ബൽറാം അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്കിലൂടെയാണ് ബൽറാമിന്റെ പ്രതികരണം. കേരളത്തിന് പുറത്ത് വിചാരണ നടന്നതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ശിക്ഷിക്കപ്പെട്ടത് എന്ന് സരിത നായർ. എത്ര സമർത്ഥമായി തെളിവുകൾ ഇല്ലാതാക്കിയാലും ദൈവത്തിന്റെ കയ്യൊപ്പ് അതിലുണ്ടാകുമെന്നും സരിത. സോളാർ കേസിൽ VS-ന് പരാതി നൽകാനെത്തിയതായിരുന്നു സരിത. സത്യം പറഞ്ഞാൽ കേരളത്തിന് പുറത്തായതുകൊണ്ട് അവർ സത്യം കണ്ടെത്തിയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ പ്രതികരണം ശരിക്കും കേട്ടപ്പോൾ എനിക്ക് റെഡിക്കുലസ് ആയിട്ടാണ് തോന്നിയത്. ഇദ്ദേഹത്തിന് ഇത് അറിയില്ലെങ്കിൽ കോടതിയിൽ ഇപ്പം നിലവിലിരിക്കുന്ന സത്യവാങ്മൂലം അദ്ദേഹം വ്യാജമായി ചമയ്ക്കാൻ ആരെങ്കിലും ഏർപ്പെടുത്തിയതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വ്യാജമായി ആരെങ്കിലും ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണോ? സാധാരണ കേരളത്തിലെ പോലെ തന്നെയാണ് കാര്യം. തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എവിടെയുണ്ട്. ഏത് ക്രൈമിനകത്താണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. ഇൻ എവറി ക്രൈം. പിന്നെ എക്സ്പാർട്ടി വിധി എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ലാതാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് ഉണ്ടെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുനിന്നത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ കോൺഗ്രസ് നേതാക്കൾ ഭൂമിയും വലിയ തുകയും തട്ടിയെടുത്തതായി പരാതി. റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി T സിദ്ദിഖും സംഘവും തട്ടിയെടുത്തത് കോടികളാണ്. T സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയത് 3.5 കോടി രൂപയും 1 ഏക്കർ ഭൂമിയും. സിദ്ദിഖിനും സംഘത്തിനുമെതിരെ കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. താമരശ്ശേരിയിലെ റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ T സിദ്ദിഖും സംഘവും വൻതുകയും ഭൂമിയും തട്ടിയെടുത്തെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്.
പരേതനായ കാവിൽ അബ്രഹാം ലിങ്കന്റെ ഉടമസ്ഥതയിലുള്ള 22 ഏക്കർ ഭൂമിയിൽ 1 ഏക്കറും 1,30,00,000 രൂപ വീതവും കോൺഗ്രസ് നേതാക്കളായ ടി സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയെന്ന് കാട്ടി കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. മക്കളില്ലാത്ത അബ്രഹാം ലിങ്കനെ ഭാര്യയുടെ മരണശേഷം പരിചരിച്ചിരുന്നത് ഭാര്യ സഹോദരി ജീൻ അർജുൻ കുമാറായിരുന്നു. തന്റെ പേരിലുള്ള 22 ഏക്കർ ഭൂമി ഉപയോഗിച്ച് മരണശേഷം ക്യാൻസർ രോഗികളെ സഹായിക്കാനായി ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന ജീനിന്റെ പേരിൽ അബ്രഹാം ലിങ്കൻ ഓസ്യത്ത് എഴുതിയിരുന്നു. എന്നാൽ ലിങ്കന്റെ മരണശേഷം സഹോദരൻ ഈ ഭൂമിയിൽ കൃഷി ആരംഭിച്ചതോടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുത്തു. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ടി സിദ്ദിഖ് ഇടപെട്ടത്. അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സിദ്ദിഖും സംഘവും ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കി. ഭൂമി ഇരു കക്ഷികൾക്കുമായി വീതിച്ചു നൽകുന്നതിനായി 1.5 കോടി രൂപ വീതമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ 1,30,00,000 രൂപ വീതവും 1 ഏക്കർ ഭൂമിയും കൈപ്പറ്റി പ്രശ്നം പരിഹരിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. ഭൂമി കോൺഗ്രസ് നേതാക്കളുടെ പേരിലേക്ക് മാറ്റിയെഴുതിയ ആധാരത്തിന്റെ പകർപ്പ് സഹിതമാണ് കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. സോളാർ കേസിൽ DGP N ശങ്കർ റെഡ്ഡിക്കെതിരെ അന്വേഷണം. വിജിലൻസ് ഡയറക്ടറായിരിക്കെ സോളാർ കേസിലെ പരാതികൾ പൂർത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. നവംബർ 5-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് തിരുവനന്തപുരം വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. സോളാർ പദ്ധതിക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1.5 കോടിയിലേറെ രൂപ കോഴ കൊടുത്തു എന്ന് സരിത എസ് നായർ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ ശിവരാജൻ കമ്മീഷന് മുമ്പാകെയും മാധ്യമങ്ങൾക്ക് മുമ്പാകെയും സരിത നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ 6ഓളം പരാതികളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ വിജിലൻസ് ഡയറക്ടറായിരുന്ന N ശങ്കർ റെഡ്ഡിക്ക് ലഭിച്ചത്. എന്നാൽ പരാതികളിൽ അന്വേഷണം നടത്താതെ അദ്ദേഹം 6 മാസത്തിലേറെ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ശങ്കർ റെഡ്ഡിക്കെതിരെ പായിച്ചർ നവാസ് എന്ന വ്യക്തി തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു. കേസിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. നവംബർ 5-നകം വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ശങ്കർ റെഡ്ഡി സോളാർ കേസിലെ പരാതികൾ പൂഴ്ത്തിയതായിട്ടുള്ള വാർത്ത പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുണ്ട ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. PT തോമസ് MLA ആണ് നോട്ടീസ് നൽകിയത്. ഗുണ്ട ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെയും ഗുണ്ടാ മാഫിയകളുടെയും വിളയാട്ടവും അക്രമവും വർദ്ധിച്ചു വരുന്നുവെന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന് PT തോമസാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ വിളയാടുന്നു. പോലീസ് ഗുണ്ടാ മാഫിയ ബന്ധം ശക്തമാകുന്നു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും PT തോമസ് ആവശ്യപ്പെട്ടു. ഗുണ്ടകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് നോട്ടീസിന് മറുപടിയായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രത്യേക രീതി അവസാനിപ്പിക്കും. പോലീസ് ഗുണ്ടാ ബന്ധത്തിന് തെളിവില്ല. ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുമെന്നും ഇതിനകത്ത് രാഷ്ട്രീയ പ്രശ്നം വരുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ആ ഗുണ്ടാ സംഘങ്ങളെ നിലക്ക് നിർത്തുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഇതിലൊന്നും രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ല സർ. ഇത് നമ്മുടെ നാടിനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പറഞ്ഞ തരത്തിൽ അതിഗുരുതരമായ പ്രശ്നമായിട്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. ഇതിനകം തന്നെ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില കേസുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഗൗരവമായ നടപടി വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പരസ്യമായി അതൊന്നും മറ്റു തരത്തിൽ വന്നില്ല. ഇത് മാത്രമേ അങ്ങനെ വന്നുള്ളൂ എന്ന് മാത്രം. എന്നാൽ അതിലെല്ലാം നടപടികളുണ്ടായിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഗൗരവമായ അന്വേഷണം വേണമെങ്കിൽ ആ അന്വേഷണവും നടത്താൻ ഈ സർക്കാർ തയ്യാറാണ്. ഗുണ്ടകൾക്ക് സർക്കാർ സംരക്ഷണ കവചം ഒരുക്കുകയില്ലെന്നും വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ച നിഷേധിച്ചു. കേരളം തിരുട്ടുഗ്രാമമായി മാറിയിരിക്കുന്നുവെന്നും ഗുണ്ട പോലീസ് ബന്ധമുള്ളതിനാൽ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. വിഷയം ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ വാക്കൌട്ട് നടത്തി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സമയ ക്രമീകരണം ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനേജ്മെന്റുകൾ കൃത്യമായി ശമ്പളവും സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വീണ ജോർജാണ് ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ ഉന്നയിച്ചത്.
ദൃശ്യമാധ്യമ രംഗത്ത് തൊഴിൽ അരക്ഷിതാവസ്ഥയുള്ളതായി നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ വേതനവും ജോലി സമയ ക്രമീകരണവും കൃത്യമല്ലെന്ന ആക്ഷേപമുള്ളതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിൽ സമയ ക്രമീകരണം ഉറപ്പുവരുത്തും. മാനേജ്മെന്റുകൾ കൃത്യമായി ശമ്പളവും സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് തൊഴിൽ വകുപ്പ് നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ കൃത്യമായ സമയ ക്രമീകരണം ഏർപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് തൊഴിൽ നിയമപ്രകാരവും മനുഷ്യത്വപരമായും ഉത്തരവാദിത്വമുണ്ട്. സർ, മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിൽ, വേതനം എന്നിവ സംബന്ധിച്ച് തൊഴിൽ വകുപ്പിൻ്റെ കാര്യക്ഷമമായ നിരീക്ഷണത്തിന് സംവിധാനമൊരുക്കും. ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് വേജ് ബോർഡ് നിലവിലില്ല. തൊഴിൽപരമായും മനുഷ്യത്വപരമായും ഉള്ള സംരക്ഷണം ഇവർക്ക് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി പറഞ്ഞു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച വിഷയം വീണ ജോർജാണ് സഭയിൽ ഉന്നയിച്ചത്. വലിയ രീതിയിലുള്ള അസമത്വങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ കൊണ്ട് ഈ ദൃശ്യമാധ്യമ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കണം. അതിനായിട്ടൊരു സമിതിയെ നിയോഗിക്കണം. വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ മാധ്യമപ്രവർത്തകരെയും കൊണ്ടുവരണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ അദ്ദേഹം സംസാരിക്കുന്നു. തത്സമയം ഇല്ല, താലൂക്ക് സപ്ലൈ ഓഫീസല്ലേ നെയ്യാറ്റിൻകര ഈ പരാതി കൊടുക്കുന്നതിന് പോയിട്ട് കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നത് എല്ലാ സ്ഥലത്തും താലൂക്ക് സപ്ലൈ ഓഫീസുകളിലാണ് വലിയ ആൾക്കൂട്ടമുള്ളത്. അപ്പോൾ ആ താലൂക്ക് സപ്ലൈ ഓഫീസുകളാണ് ഇതിൻ്റെ അടിസ്ഥാന ജോലി ചെയ്യുന്ന ഓഫീസുകൾ. അപ്പോൾ ആ ഓഫീസുകളിൽ പരാതി സ്വീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഈ അവധി ദിവസങ്ങൾ കൂടെ ഉപയോഗപ്പെടുത്തി ഹോളിഡേയ്സ് അല്ല വർക്കിംഗ് ഡേയ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വകുപ്പിൽ. അവിടെ പരാതി സ്വീകരിക്കും. എന്തോ അല്ല, അത് മറ്റു ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം ഈ ഓരോന്ന് നമ്മുടെ ജനങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കണം, വലിയ പ്രാധാന്യത്തോടുകൂടി. കൊച്ചി ഇരുമ്പനം IOC പ്ലാന്റിലെ തൊഴിലാളി സമരത്തിന് പരിഹാരം കാണാനായുള്ള ചർച്ച തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ചർച്ച. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഏറെക്കുറെ ഇന്ധനക്ഷാമം നിലവിലുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ധാരണയ്ക്ക് സാധ്യത ഉണ്ടോ ചർച്ചയിൽ? ടെൻഡർ നടപടികളിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ഇരുമ്പനം IOC പ്ലാന്റിലെ ലോറി ഉടമകളും ഡീലർമാർ. സുനിൽ അരുമാനൂർ, തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ചർച്ച ആരംഭിച്ചോ? നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇവരുടെ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഇവരുമായി ചർച്ച നടത്തുന്നത്. അതായത് പുതുക്കിയ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില വ്യവസ്ഥകൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അത് സംബന്ധിച്ച കാര്യങ്ങളിൽ IOC പ്രതിനിധികളുമായി നേരത്തെ ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം ഇവരെ അറിയിക്കും. അത് തൃപ്തരാണെങ്കിൽ ഇന്നത്തെയോടുകൂടി തന്നെ ഈ സമരം അവസാനിപ്പിക്കാനാണ് സാധ്യത. ഇല്ലെങ്കിൽ വീണ്ടും ഈ സമരം തുടർന്നു പോകുന്ന ഒരു പശ്ചാത്തലമാണെങ്കിൽ IOC പമ്പുകളിൽ ഇന്ധന വിതരണം തന്നെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് സർക്കാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമവായ ചർച്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. അതായത് ഈ നിലവിലൊരു ധാരണ ഉണ്ടായില്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്ന സൂചനകൾ പരോക്ഷമായി അവർ കൃത്യമായി നേരത്തെ തന്നിരുന്നു. ആ അർത്ഥത്തിൽ സമഗ്രമായ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ തീർച്ചയായും. കാരണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ഈ സമരം തുടങ്ങിയ 2-3 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. അന്ന് സമവായത്തിലെത്താതെ ചർച്ച അലസി പിരിയുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇവരുടെ പമ്പുകൾക്ക് പുറമെ മറ്റ് എണ്ണ കമ്പനികളുടെ പമ്പുകളിലേക്ക് സമരം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് നടപടികൾ പോയി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇന്ധന വിതരണം തന്നെ അത് രൂക്ഷ പ്രതിസന്ധി ഉണ്ടാക്കും. അതിന് ഒരിക്കലും വഴി തുറക്കാൻ സർക്കാർ ശ്രമിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് രമ്യമായിട്ടുള്ള ഒരു പരിഹാരം
പരിഹാരം എന്നത് തന്നെയാണ് ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം എന്നാണ് അറിയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇന്ന് ഗതാഗത മന്ത്രിയും അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി ഇവരോട് ആശയവിനിമയം നടത്തുന്നത്. കാരണം ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വാഹനങ്ങളിൽ ഈ ഇന്ധനം കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ലോക്കിംഗ് സംവിധാനവും അതിന്റെ ചെലവൊക്കെ ഈ IOC കമ്പനി അധികൃതർ തന്നെ വഹിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ്. അത് സംബന്ധിച്ച കാര്യങ്ങളിൽ ആശയവിനിമയം IOCയുടെ പ്രതിനിധികളുമായി നടത്തി എന്നുള്ളൊരു വിവരമാണ്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ യോഗത്തിനകത്ത് തന്നെ ഇന്നത്തെ ഒരു ചർച്ചയിൽ സമവായം ഉണ്ടാകും. സുനിൽ എരുമാനൂർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ കണ്ടെത്തിയ പക്ഷിപ്പനി മനുഷ്യർക്ക് ഭീഷണിയല്ലെന്ന വിലയിരുത്തൽ. കുട്ടനാട്ടിൽ കാണപ്പെട്ടത് H5N8 ഇനത്തിൽപ്പെട്ട വൈറസുകളാണ് എന്നും ഇത് മനുഷ്യരിലേക്ക് പകരില്ലെന്നും മൃഗസംരക്ഷണ വകുപ്പ്. കളക്ടർ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് വിശദീകരണം. പനി പടർന്നു പിടിക്കുന്നത് തടയാൻ കർശന നടപടി സ്വീകരിച്ചതായി കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ അപ്പർ കുട്ടനാട് പ്രദേശത്തെ 3 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. എന്നാൽ 2014 കാണപ്പെട്ട പക്ഷിപ്പനിയേക്കാൾ വീര്യം കുറഞ്ഞ വൈറസാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ കാണപ്പെടുന്നതെന്നും ഇത് ജനജീവിതത്തെ ബാധിക്കില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ വീണ N മാധവ് പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന വകുപ്പ് തല യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ആലപ്പുഴ ജില്ലയിൽ തകഴി പഞ്ചായത്തിൽ നമ്മൾ പക്ഷിപ്പനിയുടെ കുറച്ച് ലക്ഷണങ്ങൾ കണ്ടിരുന്നു. അത് ഭോപ്പാലിൽ ഉള്ള ലാബിൽ വിട്ട് അതിൻ്റെ ടെസ്റ്റ് വന്നു, അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു കൺഫർമേഷൻ വന്നിട്ടുള്ളത് H5N8 എന്ന വൈറസിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുള്ളത്. ഇത് മുമ്പ് വന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. അതായത് പക്ഷികളിൽ നിന്നും മനുഷ്യരിലോട്ട് ഇത് പടരാത്ത ഒരു സ്ട്രെയിനാണ്. സോ അതുകൊണ്ട് ജനങ്ങൾക്ക് അധികം പേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ വരും ദിവസങ്ങളിൽ കണക്കെടുപ്പ് നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 2014 നവംബറിലും കുട്ടനാട്ടിൽ പക്ഷിപ്പനി പടർന്നു പിടിക്കുകയും ലക്ഷക്കണക്കിന് താറാവുകൾ ചത്തൊടുങ്ങുകയും ചെയ്തിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാനും നിയന്ത്രിക്കാനും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് ബംഗളൂരു ജില്ലാ സെഷൻസ് കോടതി വിധി. തട്ടിപ്പ് കേസിൽ ഉമ്മൻചാണ്ടി ശിക്ഷിക്കപ്പെട്ടതിനോട് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഭരണപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കും എന്നത് ഉറപ്പാണ്. ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ കേസ് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് എന്ന വാദത്തെ പാടെ നിരാകരിക്കുന്നതാണ് കോടതി വിധി. ഏതാരോപണം ഉയർന്നു വന്നാലും അതിനെയൊക്കെ നേരിടാൻ വിരുതുകൾ പലതുണ്ട് ഉമ്മൻചാണ്ടിയുടെ ആവനാഴിയിൽ. ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തന്ത്രപരമായ മൗനം, അതല്ലെങ്കിൽ ശരിയെന്ന് തോന്നുന്ന ഒരു തർക്കുത്തരം. യഥാർത്ഥ സംഭവവികാസങ്ങളെ വളച്ചൊടിക്കുന്ന വിചിത്രമായ ജാലവിദ്യയുടെ ഉപജ്ഞാതാവാണ് ഉമ്മൻചാണ്ടി. ഇതിലേത് തന്ത്രം ഉപയോഗിച്ചാവും ബംഗളൂരു കോടതി വിധിയെ ഉമ്മൻചാണ്ടി ഖണ്ഡിക്കുക എന്നത് കേരളം കാതോർത്തിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും തിരസ്കൃതനായ ഉമ്മൻചാണ്ടിയുടെ മുറിവുകളിൽ മുളക് പുരട്ടുന്ന പോലൊരു വിധിയാണ് ഇന്നലെ ബംഗളൂരു കോടതിയിൽ നിന്നുണ്ടായത്. അവസരത്തിനായി കാതോർത്തിരിക്കുന്ന VM സുധീരൻ മുതൽ പാർട്ടിയിലെ പോരിൽ സമദൂരം പാലിച്ചു പോകുന്ന ചെന്നിത്തല വരെയുള്ളവർ ഈ അവസരം മുതലാക്കും. നിയമസഭാ സമ്മേളനത്തിനിടയിൽ വന്ന വിധി പ്രതിപക്ഷ നിരയെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുക. അതിലുപരിയായി എന്ത് ന്യായം ഉപയോഗിച്ചാണ് നേതാവിൻ്റെ തട്ടിപ്പ് കേസിലെ ശിക്ഷാവിധിയെ ന്യായീകരിക്കുക എന്നത് പാർട്ടി പ്രവർത്തകരെയും ആശങ്കയിലാഴ്ത്തുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് A ഗ്രൂപ്പ് കരുതി വച്ചിരിക്കുന്ന ഈ സൂത്രശാലിയായ കൗശലക്കാരൻ്റെ ഭാവിക്ക് മുകളിൽ ഇരുൾ വീഴ്ത്തുന്നതാണ് ബംഗളൂരു ജില്ലാ കോടതിയുടെ വിധി. S ജീവൻകുമാർ, തിരുവനന്തപുരം. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഭീഷണി മുഴക്കിയ അധോലോക നായകൻ രവി പൂജാരി ദാവൂദിന്റെ D കമ്പനിയിലൂടെ വളർന്നയാളാണ്. ബോളിവുഡിനെയും രാഷ്ട്രീയ പണസ്രോതസ്സുകളെയും വിറപ്പിക്കുന്ന പൂജാരി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി തന്നെ ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു സോളാർ കേസിലെ പരാതിക്കാരൻ MK കുരുവിളയുടെ വെളിപ്പെടുത്തൽ. ദാവൂദ് ഇബ്രാഹിം, ചോട്ടാരാജൻ എന്നീ പേരുകൾക്കൊപ്പം ചേർത്തു വായിക്കുന്ന അധോലോക നായകന്റെ പേരാണ് രവി പൂജാരി. മുംബൈ അന്ധേരിയിലെ ചെറുകിട കുറ്റകൃത്യങ്ങളിലൂടെ വളർന്ന് ദാവൂദിന്റെ D കമ്പനിയിൽ പ്രധാനിയാവുകയും പിന്നീട് സ്വന്തം ഗ്യാങ് രൂപീകരിച്ച് അധോലോക പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്ത മാഫിയ തലവൻ. ദുബായ്, ബാങ്കോക്ക്, മലേഷ്യ തുടങ്ങിയിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനമെങ്കിലും മുംബൈയിലും കർണാടകത്തിലുമടക്കം വിശ്വസ്തരുടെ സംഘത്തെ വളർത്തിയെടുത്തിട്ടുണ്ട് രവി പൂജാരി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ എതിരാളികളെ വകവരുത്തി മുന്നേറുന്ന രവി പൂജാരിയുടെ സംഘം സെലിബ്രിറ്റികളെയും രാഷ്ട്രീയക്കാരെയും വെറുതെ വിടാറില്ല.
ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ തുടങ്ങി ബോളിവുഡ് താരങ്ങളോട് കോടികൾ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ അടുത്ത കാലത്ത് രവി പൂജാരി വാർത്തകളിൽ നിറഞ്ഞിരുന്നു. മുംബൈയിലെ കോൺഗ്രസ് പണസ്രോതസ്സുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് കഴിഞ്ഞ വർഷമാണ്. കർണാടകയിലെ മന്ത്രിമാർക്കും MLA-മാർക്കും പണം ആവശ്യപ്പെട്ട് ഭീഷണി സന്ദേശം അയച്ചതും അടുത്ത കാലത്ത്. ഒടുവിൽ രവി പൂജാരി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പുതിയ വാർത്തകൾ. മുൻ സർക്കാരിന്റെ കാലത്ത് ബാർക്കോഴയിലടക്കം കോടികളുടെ അഴിമതി പണം പങ്കിട്ടെടുത്തെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ചെന്നിത്തലയെ രവി പൂജാരി ഭീഷണിപ്പെടുത്തിയതിൽ ഏറെ ദുരൂഹതകളുണ്ട്. ഒപ്പം സോളാർ കേസിൽ പരാതിക്കാരനായ വ്യവസായി MK കുരുവിളയെ ഭീഷണിപ്പെടുത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണെന്ന വെളിപ്പെടുത്തലുകളും വന്നിരിക്കുന്നു. ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാമും പൂജാരിയും തമ്മിലുള്ള ബന്ധങ്ങളും മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആരോപണങ്ങളുടെയും നിഗൂഢതകളുടെയും വ്യാപ്തി ചെറുതല്ലാതാകുമ്പോൾ വിദേശത്തെ ഒളിത്താവളങ്ങളിലിരുന്ന് സ്വന്തം സാമ്രാജ്യം ഭരിക്കുന്നവർ കേരള രാഷ്ട്രീയത്തെ ഇനി എങ്ങനെ ചലിപ്പിക്കുമെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്.